പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് ഒത്തിരി നല്ല സന്ദേശങ്ങൾ തരുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചിന്തകൾ തരുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. പല മനുഷ്യർക്കും ഇങ്ങനെയുള്ള ചിന്തകളും ജീവിതത്തിന് ശക്തി നൽകുന്ന വരികളുമൊക്കെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് സഹായകമാവുന്നുണ്ട്, അവർക്ക് കരുത്താവുന്നുണ്ട്. ഇന്നത്തെ വായനകൾ ശ്രവിക്കുമ്പോൾ ദൈവത്തെയും നമുക്ക് ഇങ്ങനെ ഒരു മോട്ടിവേറ്റിംഗ് സ്പീക്കറായിട്ട്, നല്ല ചിന്തകൾ തരുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരാളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവൻ പറയുന്നു, നീ ഒരു അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ഈ വാക്കുകൾ നമുക്ക് വലിയ അർത്ഥതലങ്ങളാണ് തരുന്നത്. ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഒത്തിരി സന്തോഷത്തോടു കൂടി, അതിലുപരി ഒത്തിരി പ്രതീക്ഷകളോടുകൂടിയൊക്കെയാണ് നമ്മൾ ഈ വർഷം തുടങ്ങുന്നത്. ചിലപ്പോൾ ഒത്തിരി വ്യഗ്രതകളും വേദനകളുമൊക്കെ നമ്മളെ അലട്ടുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. അതിന് ഒത്തിരി ചിന്തകളും ഒത്തിരി പ്രത്യാശയുമൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ പൊതുവെ പുതിയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്, പുതുമ തേടുന്നവരാണ് നമ്മളെല്ലാവരും. ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മൾ കേൾക്കുന്ന വചനം, സംഖ്യാപുസ്തകത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ വചനം, അതുവഴി ദൈവം മോശയോട് സംസാരിക്കുകയാണ്. അഹ്റോനോടും അവൻ്റെ സന്തതികളോടും ഈ വചനം ഉപയോഗിച്ചാണ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് ദൈവം പറയുന്നത്. അത് ഇപ്രകാരമാണ്: കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. നോക്കുക, എന്തൊരു സുന്ദരമായിട്ടുള്ള വാക്കുകളാണ്. അനുഗ്രഹമാണിത്. ഇത് വെറുമൊരു അനുഗ്രഹമല്ല. ദൈവം തന്നെയാണ് അഹ്റോനിലൂടെയും മറ്റ് പുരോഹിതരിലൂടെയും ഈ ജനതയെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കും ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഈ വാക്കുകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ദൈവത്തിൻ്റെ അനുഗ്രഹിക്കുന്ന കരം, ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. ഈ അനുഗ്രഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടിയിരിക്കുന്നു. അതും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക, ഒരു വർഷം തുടങ്ങുവാനായിട്ട് ഇതിൽ കൂടുതൽ അനുഗ്രഹപ്രദമായ, സന്തോഷപ്രദമായ എന്തുണ്ട്? അതെ, നമുക്ക് ഉറപ്പോട് പറയാൻ പറ്റും, ദൈവമാണ് ഏറ്റവും നല്ല മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ശക്തി എന്നത്. ഏതൊരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നമുക്ക് അവയൊക്കെ നന്നായിട്ട് ചെയ്യുവാനായിട്ട്, നന്നായിട്ട് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. മറിയം അത് വിശ്വസിച്ചു. അവളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കിടയിലും ദൈവത്തിൽ അവൾ പ്രത്യാശ വെച്ചു. അത് യേശുവിൻ്റെ പിറവി മുതൽ യേശുവിൻ്റെ മരണം വരെ, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അവൾ ആ ശക്തമായിട്ടുള്ള പ്രത്യാശയിലാണ് ജീവിച്ചത്, ദൈവത്തിലുള്ള പ്രത്യാശയിൽ. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ഒരു പുതിയ വർഷം, ഈ പുതിയ വർഷം തുടങ്ങുവാനായിട്ട് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മാതൃക മറിയം തന്നെയാണ്. അവൾ പറയുന്നു, ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും, എത്ര പ്രതിസന്ധികളുണ്ടായാലും അവിടെയൊക്കെ ദൈവം നിന്നോടൊപ്പമുണ്ട്. നീ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനും പുത്രിയുമാണ്. മറിയത്തോടൊപ്പം നമുക്ക് പറയാം, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. മറിയത്തോടൊപ്പം നമുക്ക് ചോദിക്കാം, ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചോദിക്കാം, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? തീർച്ചയായിട്ടും അതിനുത്തരമുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം വഴി. മറിയത്തെപ്പോലെ നമ്മുടെ മനസ്സുകളെ ദൈവാനുഗ്രഹത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ശക്തിപ്പെടുത്താം. ഈ ദിവസവും ഇനിയുള്ള ദിവസങ്ങളും നമുക്ക് അനുഗ്രഹം നിറഞ്ഞ, ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ സമയങ്ങളാകട്ടെ. കാരണം സമയം ദൈവത്തിൻ്റെതാണ്. ദൈവം തൻ്റെ
അതിരില്ലാത്ത സ്നേഹത്താൽ നമ്മുടെ ഈ സമയത്തെയും അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ ഈ സമയവും ഈ പുതിയ വർഷവും ദൈവത്തിൻ്റെതാണ്. ഈ പ്രത്യാശയിൽ നമുക്ക് ഈ പുതിയ വർഷം ആരംഭിക്കാം. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും സ്നേഹത്തോട് നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.